വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ SCERT 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് അവസാന ഭാഗമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് 2 പാർട്ടിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. ഇപ്പോൾ കേരളത്തിൽ പൊതുവായിട്ട് 4 തരം കാലാവസ്ഥകളാണ് അനുഭവപ്പെടുന്നത്. അതിലൊന്ന് ശൈത്യകാലമാണ്. അപ്പോൾ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് ശൈത്യകാലമാണ്. ഇനി മാർച്ച് മുതൽ മെയ് വരെയാണെങ്കിലോ, മാർച്ച് മുതൽ മെയ് വരെയാണെങ്കിൽ വേനൽക്കാലമാണ് അനുഭവപ്പെടുന്നത്. ഇനി കേരളത്തിൽ പ്രധാനമായിട്ടും 2 തരത്തിലാണ് മഴ പെയ്യുന്നത് അല്ലേ. അത് ഒന്ന് കാലവർഷം അഥവാ ഇടവപ്പാതി. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ് ഈ കാലാവസ്ഥ അറിയപ്പെടുന്നത്. ഇപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇടവപ്പാതി അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്ന മഴക്കാലം അനുഭവപ്പെടുന്നത്. അതിനുശേഷം തുലാവർഷമാണ്. തുലാവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ് അറിയപ്പെടുന്നത്. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് ഈ തുലാവർഷം നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. കോപ്പൻസ് കാലാവസ്ഥാ വർഗീകരണവുമായി ബന്ധപ്പെട്ടുള്ള 1-2 ചോദ്യങ്ങളും കൂടെ നോക്കാം. കേരളത്തിലെ ക്ലൈമറ്റിനെ കുറിച്ച് കോപ്പൻസ് പറഞ്ഞിരിക്കുന്നത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. മഴക്കാലത്ത് അമിതമായ മഴയും വേനൽക്കാലത്ത് കൊടും ചൂടും. പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ കാലാനുസൃതമായിട്ട് അനുഭവപ്പെടുന്നത് വരണ്ടതും ചൂടുള്ളതുമായിട്ടുള്ള ഉഷ്ണമേഖല സാവന്ന കാലാവസ്ഥയാണ് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ ആണെങ്കിൽ കേരളത്തിൽ നല്ല മോഡറേറ്റ് ആയിട്ടുള്ള ജീവിക്കാൻ സുഖമുള്ളൊരു കാലാവസ്ഥയാണ്. പിന്നെ ഉയർന്ന താപനിലയും ഈർപ്പവും കാരണം മാർച്ച് മുതൽ മെയ് വരെയുള്ള വേനൽക്കാലമാണ്. അപ്പോൾ വേനൽക്കാലത്ത് നമുക്കത്ര സുഖമില്ലാത്തൊരു കാലാവസ്ഥയായിരിക്കും ഉള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് 2 ഉപവിഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖയും ഒന്ന് അറബിക്കടൽ ശാഖയും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അതിന് കൂടെ കൊടുക്കാം. അടുത്തതായി കേരളത്തിലെ മണ്ണിനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ലാറ്ററൈറ്റ് സോയിലുണ്ട്, ചെമ്മണ്ണ്, തീരദേശ എക്കൽ മണ്ണുണ്ട്, നദീതട എക്കൽ മണ്ണുണ്ട്, ഓണാട്ടുകര എക്കൽ മണ്ണുണ്ട്, കുട്ടനാട് എക്കൽ മണ്ണ്, സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണുണ്ട്, കരിമണ്ണുണ്ട്. കരിമണ്ണ് എന്ന് പറഞ്ഞാൽ കറുത്ത മണ്ണ്, അതാണ് റിഗർ. അതാണ് എല്ലായ്പ്പോഴും ചോദിക്കാറ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് അത് റിഗർ അഥവാ കറുത്ത മണ്ണ്. പിന്നെ വനമണ്ണ്. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ് അത് ഓർമ്മിച്ച് വെക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് 65% കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. കേരളത്തിലെ നദികളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 44 നദികളാണ് ഉള്ളത്. അതിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് പെരിയാറാണ്. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത്. പെരിയാർ ഇടുക്കിയിലെ ശിവഗിരി മലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നിള എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പിന്നെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. അടുത്തത് കേരളത്തിലെ ജലസ്രോതസ്സിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികളാണ്. അതിൽ ഒന്നാമത്തെ ഇനി ഞാൻ ഒഴുകട്ടെ. അത് ഹരിത കേരള മിഷനാണ് നടപ്പിലാക്കുന്നത്. മാലിന്യമുക്ത നവകേരളം, അത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നടപ്പിലാക്കുന്നത്. പിന്നെ തെളിനീരൊഴുകുന്ന നവകേരളം, അതും തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നടപ്പിലാക്കുന്നത്. ജൽജീവൻ മിഷൻ നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സമത്വ സമാജം അതുപോലെ സമപന്തി ഭോജനം. ഇത് രണ്ടും അതാരുടെ നേതൃത്വത്തിലാണ് നടന്നത്? അയ്യ വൈകുണ്ഠ സ്വാമികൾ സമപന്തി ഭോജനം നടപ്പിലാക്കിയതാരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ തന്നെ സമത്വ സമാജം സ്ഥാപിച്ചതും അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ സഹോദരൻ അയ്യപ്പൻ 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായിട്ടുള്ള K. അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. അപ്പോൾ മിശ്രഭോജനം സംഘടിപ്പിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപരാരാണ്? K. അയ്യപ്പൻ. K. അയ്യപ്പനും സഹോദരൻ അയ്യപ്പനൊക്കെ ഒന്ന് തന്നെയാണ്. അടുത്തത് അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, അത് അയ്യങ്കാളിയാണ്.
അയ്യങ്കാളി കാട്ടാക്കടയ്ക്കടുത്ത് ഊരൂട്ടമ്പലത്താണ് ആദ്യമായിട്ട് ദളിത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂള് സ്ഥാപിച്ചത്. അവിടെ ആദ്യമായിട്ട് പ്രവേശനത്തിന് കൊണ്ടുപോയിട്ടുള്ള പെൺകുട്ടിയാണ് പഞ്ചമി. ആദ്യമായിട്ട് ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട SC കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വ്യക്തിയാണ് അയ്യങ്കാളി. 1911 അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുത്തത്. ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ടത് 1937 ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അപ്പോൾ SCERT 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്